ജീവിത ഇതുപോലെ തന്നെ നോക്കുന്നത്, വളരെ സന്തോഷത്തോടെ നോക്കുകയാണ്. ഇദ്ദേഹം നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിന് ഈ സ്ഥാനലബ്ധിയിൽ വ്യക്തിപരമായിട്ട് തന്നെ എനിക്ക് നല്ല സന്തോഷമുണ്ട്. പിന്നെ അദ്ദേഹം UDF വളരെ എപ്പോഴും UDFുമായിട്ട് എല്ലാ ഘടകകക്ഷികളുമായിട്ടൊക്കെ നല്ല ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തി കൂടിയാണ്. പിന്നെ കണ്ണൂരും പരിസരത്തൊക്കെ വരുമ്പോൾ ഇവിടെ ജാതിമത ഭേദമന്യേ പൊതുവെ സ്വീകാര്യനായ ഒരു വ്യക്തിത്വം കൂടിയാണ്. കോൺഗ്രസ് ഏതായാലും അവരുടെ ലിസ്റ്റ് വളരെ നന്നായിട്ടുണ്ട്. ചെറുപ്പക്കാർക്കും കഴിവുള്ളവർക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അടൂർ പ്രകാശ്, UDF കൺവീനറും, പിന്നെ നമ്മുടെ ഷാഫി പറമ്പിലും വിഷ്ണുവും അനിൽകുമാറും അവരൊക്കെ വർക്കിംഗ് പ്രസിഡന്റുമാരായിട്ടൊക്കെ വന്ന പുതിയ കമ്മിറ്റി, അത് തീർച്ചയായിട്ടും യുവജനങ്ങൾക്ക് നല്ലൊരു പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ട്. സ്വീകാര്യരായിട്ടുള്ള എല്ലാവരും അതിൽ വലിയ സന്തോഷമുണ്ട്. അത് ഞാൻ പറയാം. ഞാൻ ബഹുമാന തങ്ങളെ കണ്ട് പിന്തുണയും അനുഗ്രഹവും അഭ്യർത്ഥിക്കുന്നതിന് മലപ്പുറത്ത് പോകാൻ വേണ്ടി ആലോചിച്ചു. അപ്പോൾ ഞാനിന്നലെ കരീം ചേലേരിയുമായിട്ട് കണ്ടപ്പോൾ ഇക്കാര്യം പറഞ്ഞപ്പോൾ കരീം ചേലേരി പറഞ്ഞു, തങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട്, മട്ടന്നൂരിലെ പ്രോഗ്രാമിന്, ഹജ്ജുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമിന് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇന്നിവിടെ വെച്ചുള്ള ഈ കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഒരുക്കിയത്. അതുകൊണ്ട് കൂടുതൽ ആളുകൾ, ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും എല്ലാവരും വന്നു, മഹാബ് സാഹിബും വന്നു. അതുകൊണ്ട് നമുക്ക് വലിയ സന്തോഷമുണ്ട്. തങ്ങൾ പറഞ്ഞതുപോലെ കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും തമ്മിലുള്ള വളരെ ദൃഢത നിറഞ്ഞ സ്നേഹബന്ധം, അതാണ് ഐക്യജനാധിപത്യങ്ങളുടെ കരുത്ത്. അതിനെ കൂടുതൽ കരുത്തുറ്റതാക്കി നന്മയുള്ളതാക്കി മാറ്റാൻ എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. അതിൻ്റെ ഞാൻ എല്ലാ സഹായങ്ങളും മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ നിന്നും അഭ്യർത്ഥിക്കുകയാണ്. ഈ കൂടിക്കാഴ്ചയ്ക്ക് വലിയ ഫലമുണ്ടാകുമെന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ്. തങ്ങളുടെ നല്ല വാക്കുകൾക്ക്, സ്നേഹത്തിന്, ആശംസകൾക്ക്, അനുഗ്രഹത്തിന് പ്രത്യേകം നന്ദി പറയും. അല്ല, ഇനിയിപ്പോൾ അത്തരത്തിലേക്ക് നമുക്ക് പോകേണ്ട കാര്യമില്ല. ശരി, താങ്ക് യു. രണ്ടും ഒരുമിച്ചാണ്.